നമസ്കാരം. PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന പോർച്ചുഗീസ് അധിനിവേശത്തെക്കുറിച്ചുള്ള പ്രധാന വസ്തുതകളാണ് ഞാൻ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി ഏറെ ഉപകാരപ്പെടുന്ന ഈ വിവരങ്ങൾ നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. ഇന്ത്യയിലേക്ക് സമുദ്രമാർഗം കണ്ടെത്താൻ പോർച്ചുഗീസ് രാജാവായ മാനുവൽ ഒന്നാമൻ നിയോഗിച്ച നാവികൻ ആരാണ്? വാസ്കോഡ ഗാമ. ഗാമയുടെ ആദ്യ യാത്രയിൽ ഉണ്ടായിരുന്ന കപ്പലുകളുടെ എണ്ണം എത്രയാണ്? 4 കപ്പലുകൾ. വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് ഇറങ്ങിയ കൃത്യമായ തീയതി ഏതാണ്? 1498 മെയ് 20. ഗാമയെ സഹായിച്ച അഹമ്മദ് ഇബ്നു മജീദ് ഏത് നാട്ടുകാരനായ നാവികനായിരുന്നു? ഗുജറാത്തി. വാസ്കോഡ ഗാമ എത്തിയപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ സ്ഥാനപ്പേരെന്തായിരുന്നു? പൂന്തുറക്കോൻ. വാസ്കോഡ ഗാമയ്ക്ക് സാമൂതിരി നൽകിയ ആദ്യ സ്വീകരണ സ്ഥലം എവിടെയായിരുന്നു? പന്തലായനി, കൊല്ലം. ഗാമയുടെ ആദ്യ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പോർച്ചുഗീസ് ലിഖിതകാരൻ ആരാണ്? അൽവാരോ വെൽഹോ. ഗാമ ആദ്യമായി മടങ്ങിയപ്പോൾ കൊണ്ടുപോയ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് യാത്രയുടെ ചിലവിനേക്കാൾ എത്ര മടങ്ങ് ലാഭം ലഭിച്ചു? 60 മടങ്ങ്. ഗാമയുടെ ആദ്യ വരവിന് ശേഷം ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് സംഘത്തിന്റെ തലവൻ ആരായിരുന്നു? പെഡ്രോ അൽവാരസ് കബ്രാൾ. കബ്രാളിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ആദ്യത്തെ പോർച്ചുഗീസ് ഫാക്ടറി സ്ഥാപിച്ച വർഷം ഏതാണ്? 1500. വാസ്കോഡ ഗാമ രണ്ടാം തവണ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? AD 1502. രണ്ടാം വരവിൽ ഗാമ കണ്ണൂരിൽ സ്ഥാപിച്ച വ്യാപാര കേന്ദ്രം ഏതാണ്? പോർച്ചുഗീസ് ഫാക്ടറി. വാസ്കോഡ ഗാമ മൂന്നാം തവണ, അതായത് അവസാനമായി ഇന്ത്യയിലെത്തിയത് ഏത് പദവിയിലാണ്? വൈസ്രോയ്. 1524 അദ്ദേഹം എത്തുന്നത്. വാസ്കോഡ ഗാമ അന്തരിച്ച തീയതിയും സ്ഥലവും ഏതാണ്? AD 1528 ഡിസംബർ 24. ഗാമയെ ആദ്യം അടക്കം ചെയ്ത കൊച്ചിയിലെ പള്ളി ഏതാണ്? സെന്റ് ഫ്രാൻസിസ് പള്ളി. ഗാമയുടെ ഭൗതികാവശിഷ്ടം പോർച്ചുഗലിലേക്ക് മാറ്റിയ വർഷം ഏതാണ്? AD 1539. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അൽമേഡയുടെ പ്രസിദ്ധമായ നാവിക നയം ഏത് പേരിൽ അറിയപ്പെടുന്നു? നീലജല നയം, ബ്ലൂ വാട്ടർ പോളിസി. നീലജല നയത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപക കുത്തക നാവികസേന വഴി നിയന്ത്രിക്കുക. അൽമേഡ പണി കഴിപ്പിച്ച കണ്ണൂരിലെ പ്രസിദ്ധമായ കോട്ട ഏതാണ്? സെന്റ് ആഞ്ചലോസ് കോട്ട. ഈജിപ്ഷ്യൻ ഗുജറാത്ത് സൈന്യത്തെ അൽമേഡ പരാജയപ്പെടുത്തിയ ദ്വീപ് യുദ്ധം നടന്ന വർഷം ഏതാണ്? 1509. ഇന്ത്യയിലെ പോർച്ചുഗീസ് ശക്തിയുടെ യഥാർത്ഥ സ്ഥാപകൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? അൽഫോൺസോ ഡി അൽബുക്കർക്ക്. അൽബുക്കർക്ക് ബിജാപൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുത്ത വർഷം ഏതാണ്? AD 1510. അൽബുക്കർക്കിന്റെ ഭരണകാലത്ത് അദ്ദേഹം നിരോധിക്കാൻ ശ്രമിച്ച സാമൂഹിക അനാചാരം ഏതാണ്? സതി. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ട. മാനുവൽ കോട്ട നിർമ്മിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ്? അൽഫോൺസോ ഡി അൽബുക്കർക്ക്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി ആരാണ്? നിനോ ഡി കുൻഹ. ബഹാദൂർ ഷായിൽ നിന്ന് പോർച്ചുഗീസുകാർ ബസീൻ പിടിച്ചെടുത്ത വർഷം ഏതാണ്? 1534. പോർച്ചുഗീസുകാർ കടൽ വ്യാപാരത്തിന് ഏർപ്പെടുത്തിയ ലൈസൻസ് സമ്പ്രദായം ഏതാണ്? കാർട്ടാസ്. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ അറിയപ്പെട്ടിരുന്ന പേര്? കുഞ്ഞാലി മരയ്ക്കാർ. ആദ്യത്തെ കുഞ്ഞാലി മരയ്ക്കാർ ആരാണ്? കുട്ടി അഹമ്മദ് അലി. കുഞ്ഞാലി മരയ്ക്കാർമാരുടെ ആസ്ഥാനം എവിടെയാണ്? പുതുപ്പണം അഥവാ മരയ്ക്കാർ കോട്ട. പോർച്ചുഗീസുകാർക്കെതിരെ കടലിൽ ഗറില്ല യുദ്ധമുറ പയറ്റിയത് ആരാണ്? കുഞ്ഞാലി മരയ്ക്കാർമാർ.
ചാലിയം കോട്ട പോർച്ചുഗീസുകാർ നിർമ്മിച്ച വർഷം ഏതാണ്? 1531. സാമൂതിരിയും കുഞ്ഞാലി മൂന്നാമനും ചേർന്ന് ചാലിയം കോട്ട നശിപ്പിച്ച വർഷം ഏതാണ്? 1571. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുത്ത സാമൂതിരി ആരാണ്? സാമൂതിരി രാമവർമ്മ. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ വധിച്ചത് എവിടെ വെച്ചാണ്? ഗോവ. പോർച്ചുഗീസുകാർ കേരളത്തിൽ അയച്ച ക്രൈസ്തവ മിഷണറി സംഘം ഏതാണ്? ജെസ്യൂട്ടുകൾ. ഫ്രാൻസിസ് സേവിയർ കേരളത്തിലെത്തിയ വർഷം ഏതാണ്? 1542. ഉദയം പേരൂർ സുന്നഹദോസ് നടന്ന വർഷം? 1599. ഉദയം പേരൂർ സുന്നഹദോസിന് നേതൃത്വം നൽകിയ ഗോവൻ ആർച്ച് ബിഷപ്പ്? അലക്സിസ് ഡി മെനസിസ്. പോർച്ചുഗീസ് മതനയത്തിനെതിരെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ നടത്തിയ വിപ്ലവം? കൂനൻകുരിശ് സത്യം. കൂനൻകുരിശ് സത്യം നടന്ന സ്ഥലം? മട്ടാഞ്ചേരി. കേരളത്തിൽ ഇൻക്വിസിഷൻ അഥവാ മതവിചാരണ ഏർപ്പെടുത്തിയത് ആരാണ്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ കേരളത്തിന് പരിചയപ്പെടുത്തിയ പ്രധാന നാണ്യവിള? കശുവണ്ടി. പുകയില കേരളത്തിൽ എത്തിച്ച യൂറോപ്യന്മാർ? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഫലവർഗ്ഗങ്ങൾ ഏതെല്ലാം? പപ്പായ, പേരയ്ക്ക, കൈതച്ചക്ക. പോർച്ചുഗീസുകാർ മുളക് കൊണ്ടുവന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ബ്രസീൽ. റബ്ബർ, കപ്പ എന്നിവ പരിചയപ്പെടുത്തിയത് ആരാണ്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ആദ്യത്തെ അച്ചടി യന്ത്രം എത്തിയത് എവിടെ? ഗോവ. കേരളത്തിലെ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചത് എവിടെയാണ്? വൈപ്പിൻ കോട്ടയിൽ. ഇന്ത്യയിലാണെങ്കിൽ ഗോവയിൽ. മലയാള ലിപി ആദ്യമായി അച്ചടിച്ച പുസ്തകം? ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം തയ്യാറാക്കിയത് ആരാണ്? ക്ലെമന്റ് പിയാനിയസ്. യൂറോപ്യൻ മാതൃകയിലുള്ള ആദ്യ സെമിനാരി കേരളത്തിൽ എവിടെ സ്ഥാപിച്ചു? വൈപ്പിൻ കോട്ട. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയ പോർച്ചുഗീസുകാരൻ? ഏഞ്ചലോസ് ഫ്രാൻസിസ്. ഗ്രമാറ്റിക്ക ലിംഗ്വെ മലബാറിക്കെ എന്നാണ് ഗ്രന്ഥത്തിന്റെ പേര്. ആദ്യ മലയാളം പോർച്ചുഗീസ് നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? അർണോസ് പാതിരി. പോർച്ചുഗീസ് സ്വാധീനത്താൽ കേരളത്തിൽ രൂപപ്പെട്ട കലാരൂപം ഏതാണ്? ചവിട്ടുനാടകം. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി ഏത് വാസ്തുവിദ്യാ ശൈലിയിലാണ്? ഗോതിക് ശൈലി. മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ചു നൽകിയത് ആരാണ്? പോർച്ചുഗീസുകാർ. മട്ടാഞ്ചേരി കൊട്ടാരം പണിതത് ഏത് കൊച്ചി രാജാവിനു വേണ്ടിയാണ്? വീരകേരളവർമ്മ. കോട്ടപ്പുറം കോട്ടയുടെ മറ്റൊരു പേരെന്താണ്? കൊടുങ്ങല്ലൂർ കോട്ട. കേരളത്തിലെ പള്ളികളിൽ അൾത്താര ശൈലി കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ മലബാർ തീരത്തെ വിളിച്ചിരുന്ന പേരെന്താണ്? മലബാർ. കൊച്ചി രാജാവിനെ പോർച്ചുഗീസുകാരുടെ കൈപ്പാവ എന്ന് വിളിക്കാൻ കാരണമെന്താണ്? അവരുടെ സഹായത്താൽ മാത്രം അധികാരം നിലനിർത്തിയതിനാൽ. പോർച്ചുഗീസുകാർക്ക് കേരളത്തിൽ തിരിച്ചടിയായ ആദ്യ നാവിക യുദ്ധം? കടലൂർ യുദ്ധം. ഫ്രിയാർ എന്ന പദം ആരെ സൂചിപ്പിക്കുന്നു? പോർച്ചുഗീസ് പുരോഹിതന്മാരെ. മിശ്രവിവാഹ നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് ഗവർണർ? അൽഫോൺസോ ഡി അൽബുക്കർക്ക്. പോർച്ചുഗീസ് ഭരണകാലത്തെ പ്രധാന നികുതി? ചുങ്കം. കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ പതനത്തിന് കാരണമായ ശക്തി? ഡച്ചുകാർ. കൊച്ചി കോട്ട ഡച്ചുകാർ പിടിച്ചെടുത്ത വർഷം ഏതാണ്? 1663. പോർച്ചുഗീസുകാരെ പുറത്താക്കാൻ ഡച്ചുകാരെ സഹായിച്ച കൊച്ചിയിലെ രാജകുമാരി? ഗംഗാധര ലക്ഷ്മി. പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ട അവസാന വർഷം? 1961. ഓപ്പറേഷൻ വിജയ് എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ഗോവ വിമോചനം. ചോദ്യം ഇങ്ങനെ തിരുത്തി വായിക്കുക. ഇന്ത്യയിലെത്തിയ ആദ്യത്തെയും ഇന്ത്യയിൽ നിന്നും മടങ്ങിയ അവസാനത്തെയും യൂറോപ്യന്മാർ. പള്ളിപ്പുറം കോട്ടയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും പഴയ നിലനിൽക്കുന്ന യൂറോപ്യൻ കോട്ട.
പാലയൂർ പള്ളി പുതുക്കിപ്പണിതത് ആരുടെ നേതൃത്വത്തിലാണ്? പോർച്ചുഗീസുകാർ. കൊച്ചിയിലെ പോർച്ചുഗീസ് കപ്പൽ നിർമ്മാണ കേന്ദ്രം വൈപ്പിൻ. പോർച്ചുഗീസുകാർ കൊച്ചിയിൽ പണി കഴിപ്പിച്ച ബീക്കൺ എന്ത്? ലൈറ്റ് ഹൗസ്. ലത്തീൻ കത്തോലിക്കക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച വിശുദ്ധൻ ഫ്രാൻസിസ് സേവ്യർ. കണ്ണൂർ കോട്ട ഡച്ചുകാർക്ക് വിറ്റ വർഷം 1663. സാമൂതിരിയുമായുള്ള സമാധാന ഉടമ്പടി ഏത്? പൊന്നാനി ഉടമ്പടി. പൊന്നാനി ഉടമ്പടി പ്രകാരം അവർക്ക് ലഭിച്ച പ്രദേശം ഏതാണ്? ചാലിയം. ചാലിയം കോട്ടയുടെ തന്ത്രപരമായ പ്രാധാന്യം എന്താണ്? സാമൂതിരിയുടെ രാജ്യത്തിന്റെ മധ്യഭാഗത്തായിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. കൊടുങ്ങല്ലൂർ അവർക്ക് പ്രധാനമായത് എന്തുകൊണ്ടാണ്? പ്രധാന കുരുമുളക് വ്യാപാര കേന്ദ്രമായതിനാൽ. കുഞ്ഞാലി മരയ്ക്കാന്മാർ ഉപയോഗിച്ചിരുന്ന വേഗമേറിയ വള്ളങ്ങൾ മരയ്ക്കാർ തരിപ്പ. അറബിക്കടലിലെ പോർച്ചുഗീസ് കുത്തകയെ വെല്ലുവിളിച്ച ഏക നാവിക ശക്തി കുഞ്ഞാലി മരയ്ക്കാർ. അൽബുക്കർക്കിനെ ഗോവ പിടിക്കാൻ സഹായിച്ച ഹിന്ദു സഹായി തിമ്മയ്യ. കേരളത്തിൽ പോർച്ചുഗീസ് ഭരണം എത്ര വർഷം നീണ്ടുനിന്നു? ഏകദേശം 165 വർഷം. പോർച്ചുഗീസുകാർ ഏർപ്പെടുത്തിയ പ്രധാന ശിക്ഷാരീതി ഏതാണ്? മതവിചാരണ. ഗോവയെ ഇന്ത്യയുടെ ഭാഗമാക്കിയ ഭേദഗതി 12ാം ഭേദഗതി. വാസ്കോഡ ഗാമ മലബാർ തീരത്ത് ആദ്യമായി കണ്ട സ്ഥലം ഏതാണ്? ഏഴിമല. കൊടുങ്ങല്ലൂർ കോട്ടയിലെ പ്രധാന ഭാഗം കോട്ടപ്പുറം. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയുടെ ആദ്യ പേരെന്തായിരുന്നു? സെന്റ് ബാർത്തലോമിയ പള്ളി. അൽമേഡയുടെ മകൻ ലൗറൻസ് കൊല്ലപ്പെട്ട യുദ്ധം ചൗൾ യുദ്ധം. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ മേൽ അവർ കൊണ്ടുവന്ന നിയന്ത്രണം ലത്തീൻ ആരാധനാക്രമം. പോർച്ചുഗീസുകാരെ പുറത്താക്കാൻ ഡച്ചുകാരെ ക്ഷണിച്ച കൊച്ചി മന്ത്രി പാലിയത്തച്ഛൻ. പോർച്ചുഗീസുകാരുടെ പതനത്തിന് ശേഷം കൊച്ചി ആരുടെ കീഴിലായിരുന്നു? ഡച്ചുകാരുടെ. കൊല്ലത്തെ തങ്കശ്ശേരി കോട്ടയുടെ പേര് സെന്റ് തോമസ് കോട്ട. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആരംഭിച്ച വ്യാപാര കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് എങ്ങനെ? ഫൈറ്റോറിയ. പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയ കുഞ്ഞാലി മരയ്ക്കാന്മാർക്ക് പടക്കപ്പലുകൾ നിർമ്മിക്കാൻ സാങ്കേതിക സഹായം നൽകിയ വിദേശികൾ ആരാണ്? വെനീഷ്യക്കാർ.